ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമുക്ക് ഏറെ സുപരിചിതരായ രണ്ട് സഹോദരിമാർ, മർത്തായും മറിയവും. ബെഥാനിയയിലൂടെ കടന്നുപോയ യേശുവിനെ മർത്തയാണ് തന്റെ ഭവനത്തിൽ സ്വീകരിച്ചത്. സ്വീകരിച്ച് യേശുവിനെ ഇരുത്തിയ ശേഷം മർത്ത അടുക്കളയിലേക്ക് പോകുന്നു. പലവിധ കാര്യങ്ങളിൽ വ്യാപൃതയാവുന്നു. എന്നാൽ സഹോദരി മറിയമാകട്ടെ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ കാൽ കീഴിൽ വന്നിരിക്കുന്നു. അവന്റെ അധരങ്ങൾ പുറപ്പെട്ട തിരുവചസ്സുകൾ കേട്ടുകൊണ്ടിരുന്നു. ഇത് അല്പനേരം കഴിഞ്ഞപ്പോൾ മർത്ത കടന്നു വരുന്നു. യേശുവിനോട് ചോദിക്കുന്നു, ഗുരു നോക്കൂ, ഇവൾ എന്നെ തനിയെ വിട്ടിട്ട് ഇവളെവിടെ ഇരിക്കുന്നതാണല്ലോ. ഈശോ മർത്തയോട് പറഞ്ഞ മറുപടി ഇതാണ്: മർത്ത, മർത്ത, നീ പലതിനെ കുറിച്ചും വ്യഗ്രചിത്തയാണ്. നല്ല ഭാഗം മറിയം തെരഞ്ഞെടുത്തു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ കുരിശിന്റെ വഴിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നാം യാത്ര ചെയ്യുമ്പോൾ രണ്ട് കൊച്ചു ചിന്തകൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, മർത്ത യേശുവിനെ സ്വീകരിച്ചു. ഞാനും നിങ്ങളുമൊക്കെ വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഉദാശകളിലൂടെ എല്ലാം നാം യേശുവിനെ സ്വീകരിക്കുന്നു. എന്നാൽ ഏറെ സമയം കഴിയുമ്പോൾ നമ്മളത് വിസ്മരിക്കപ്പെടുന്നു. എന്നാൽ മറിയമാകട്ടെ നല്ല ഭാഗം തെരഞ്ഞെടുത്തു. എന്ന് വെച്ചാൽ വചനത്തോടു കൂടെ ഇരുന്നു വചന ഹൃദയത്തിലാക്കി കാൽവരിയിലും കല്ലറയിലും മറിയത്തിന്റെ സാന്നിധ്യം അവൾ ഉറപ്പാക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോ തരുന്ന രണ്ട് കൊച്ചു ചിന്തകൾ, ദൈവമക്കളെ, ഇതിൽ ഞാൻ മറിയമാണോ മർത്തയാണോ? സ്വയം ചിന്തിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് ഉപകാരപ്രദമാകട്ടെ. ആമേൻ.